ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 8 മണിയായിട്ടോ. നമ്മളൊരു 8:30 ആകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റാണ്. 4 മണിക്ക് എഴുന്നേറ്റ് പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും സെൻഡ് ചെയ്ത് കൊടുക്കാനും അപ്രൂവൽ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. മസാല ദോശയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ സിമ്മ് കാണുന്നില്ല എൻ്റെ. എവിടെയോ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്ലേസ് ആണെങ്കിൽ ഞാൻ പൊതുവേ നോട്ടിൽ വോയിസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ എവിടെയാണ് വെക്കുന്നതെന്ന്. അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ. ഇത്തവണ അത്രയ്ക്കും ഇവിടെ എന്തായാലും അത് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും എനിക്കറിയും സിം ഇവിടെ വെക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നോട്ട് ചെയ്തില്ല. രാവിലെ ആണെങ്കിലും എഴുന്നേറ്റിട്ട് എനിക്ക് എവിടെയാണെന്നുള്ളത് ഓർമ്മ വരുന്നില്ല. കുറേ തരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാട്ടാ. അതിന് കുറേ സമയം പോയിട്ട് ഇപ്പോഴാണ് എന്നിട്ട് കിട്ടിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർക്കുകയാണെങ്കിൽ പറഞ്ഞ് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുത്താലും ഓക്കെ, എല്ലാം ഓൾമോസ്റ്റ് ഡണ്ണാണ്. പാറക്കുട്ടിക്ക് കഞ്ഞിയാട്ടോ. കഞ്ഞിയാണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ്, അവൾ കഴിക്കുകയും ചെയ്യും, അവളെ വയറ് നിറയുകയും ചെയ്യും. അവളെ വയറ് നിറഞ്ഞാൽ എനിക്കും സമാധാനമാണ്. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് കൊടുക്കട്ടെ. 2 ആഴ്ചത്തേക്കാണ് നാട്ടിലേക്ക് പോകുന്നത്. എത്ര കുറഞ്ഞ ദിവസത്തേക്കാണെങ്കിലും നമ്മുടെ വീടൊക്കെ അടച്ചിട്ട് പോകുമ്പോഴും പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തോ എന്ന് ആലോചിച്ചിട്ടും എല്ലാ കാര്യങ്ങളും എടുത്തോ എന്നൊക്കെ ആലോചിച്ചിട്ട് എപ്പോഴും ഒരു ട്രാവലിങ്ങിന് മുമ്പ് ഒരു ടെൻഷനാണ് കേട്ടോ, ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ എയർപോർട്ടിലെത്തി. സോഡയല്ലാതെ ചെക്കിങ് കഴിഞ്ഞു. ഇനി ഗേറ്റിലേക്ക് പോകണം. ഏട്ടന് എന്തോ ചെറിയ പർച്ചേസിങ് ഉണ്ട്. അച്ഛനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക. തീർക്കരുത് കേട്ടോ, തീർക്കരുത് കേട്ടോ. ഇനി 2 കൂടി കഴിച്ചിട്ട് ബാഗിലൊക്കെ എടുത്തോട്ട്. അങ്ങനെ കഴിക്കരുത്. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ഇപ്പം മാംഗ്ലൂർക്കും കണ്ണൂർക്കും ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചെക്കിൻ ചെയ്യാനായിട്ട് കുറച്ചധികം സമയം എടുത്തു. അതുകൊണ്ട് 12:15 കേട്ടോ ഫ്ലൈറ്റ്. 8 ആണ് ഗേറ്റിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. 12:15 ഫ്ലൈറ്റ്. അവിടെ എയർപോർട്ടിലേക്ക് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനമ്മയും വരും, ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ അച്ഛനമ്മയും വരും. ഏട്ടൻ നേരെ വയനാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ ഏട്ടനെ ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ ഏട്ടൻ പയ്യന്നൂരേക്ക് വരും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ. കുറച്ച് ദിവസത്തേക്കായിട്ടൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടെല്ലാം പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഞാൻ ഹെയറൊക്കെ കേൾ ചെയ്തതുകൊണ്ട് ഹെയറിൽ തന്നെ കേട്ടോ മിക്കപ്പോഴും എൻ്റെ കൈ ഇരിക്കുന്നത്. സെറ്റ് ചെയ്തതൊക്കെ കറക്റ്റാണോ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണത് ഞാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റിലെത്തി. പിന്നെ പിക്ക് ചെയ്യാനായിട്ട് വരേണ്ട ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. പാറൂനാണെങ്കിലും ആദ്യം ഫ്ലൈറ്റിൽ കയറിയ ഉടനെ വിൻഡോ സീറ്റിലിരിക്കും കേട്ടോ. പിന്നെ ഒന്ന് ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആൾ പതിയെ നമ്മുടെ നടുക്കേക്കൊക്കെ ഇരുന്ന് പിന്നെ കിടന്നുറങ്ങത്തൊന്നുമില്ല കേട്ടോ. മിക്കപ്പോഴും ആൾ എയർപോർട്ടിൽ എത്തുന്നവരെ ഇങ്ങനെ കണ്ണും മിഴിച്ചിരിക്കാറാണ് പതിവ്. പിന്നെ ഒമാൻ എയറൊക്കെ ആണെങ്കിൽ സ്ക്രീനൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫിലിമൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് പോവാമല്ലോ. ഇതാകുമ്പോൾ ഒന്നുമില്ല കാണാനായിട്ട്. അപ്പം അങ്ങനെ പിന്നെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു കുളിർമയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. എയർപോർട്ടിൽ എത്തി ബാഗേജൊക്കെ കളക്ട് ചെയ്ത് പുറത്തെത്തുമ്പോഴേക്കും ഏട്ടൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ എല്ലാവരും വന്ന് എൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഓടി വരിക. ഇപ്പം എല്ലാവർക്കും പാറക്കുട്ടി മതി കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. 2-3 ദിവസത്തേക്കാണെങ്കിലും ഏട്ടൻ യാത്ര പറഞ്ഞ് വേറെ വഴിക്ക് പോവുകയാണ്, നമ്മൾ വേറെ വഴിക്ക് പോവുകയാണ്. അപ്പോഴൊരു സങ്കടം തന്നെയാണ് കേട്ടോ എന്തായാലും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് പറശ്ശിനിയിലും കൂടി കയറാമെന്ന് വിചാരിച്ചു. വളരെ കുറഞ്ഞ ദിവസം മാത്രമല്ലേ ഉള്ളൂ. കല്യാണവും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് പറശ്ശിനിയിലേക്ക് പോകാനായിട്ട് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. പറശ്ശിനിയിൽ പോയിട്ടില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്ന് ഒന്ന് മുത്തപ്പനെ തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് പോവാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂർ കാസർഗോഡുള്ളവർക്കൊക്കെ മുത്തപ്പനെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പറശ്ശിനിയിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മുടെ ഒരു സ്ഥലത്തെത്തിയ ഒരു ഫീലാണ് ഉണ്ടാവുക. പിന്നെ അകത്തേക്കൊന്നും കയറിയില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു നടേൻ്റെ ആ സൈഡിൽ നിന്ന് നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വരികയല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ അകത്തേക്ക് കയറിയില്ല. അവിടെ നിന്നതാ മുത്തപ്പനുണ്ടായിരുന്നു, വെള്ളാട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് നിറയെ മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ അവിടെ ഫുഡ് കിട്ടുകയാണെങ്കിൽ രാത്രിയിലും
അന്നദാനം ഉണ്ട്, കിട്ടുകയാണെങ്കിൽ അത് കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ആ ഒരു സമയമാകുമ്പോഴേക്ക് 8 മണിയാവും എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ അധികം ലേറ്റ് ആവും. പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലെത്തേണ്ടതുമാണല്ലോ. അപ്പോൾ വീണ്ടും പിന്നെ ലേറ്റ് ആവും. പിന്നെ രാത്രിയിലാണെങ്കിൽ അച്ഛന് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, അവരൊന്ന് ഡിം ചെയ്ത് തരത്ത് പോലുമില്ല. അപ്പോൾ അച്ഛൻ പറയും രാത്രിയിലാണ് യൂഷ്വലി ഏറ്റവും നല്ലത് ഡ്രൈവ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഒരു ലൈറ്റൊന്നും ഡിം ചെയ്യാത്തത് കൊണ്ട് തന്നെ രാത്രിയിൽ ഇപ്പം ഡ്രൈവ് ചെയ്യൽ ഭയങ്കര പാടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം ലേറ്റ് ആക്കുന്നില്ല. അതുകൊണ്ട് പിന്നീട് ഇനി അടുത്ത വരവിനൊക്കെ വന്ന് മുത്തപ്പനെ നന്നായിട്ട് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്നുള്ള ആ ഒരു പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് കണ്ണൂരായിട്ടും എന്താണ് കണ്ണൂർ സ്ലാങ് അല്ലെങ്കിൽ കാസർഗോഡ് സ്ലാങ് വരാത്തതെന്നുള്ളത്. ഈ ഒരു നമ്മുടെ നാട്ടിലെ കാറ്റടിച്ച് കഴിഞ്ഞാൽ അത് പതിയെ ആ ഒരു സ്ലാങ് വന്നോളൂ കേട്ടോ. ഇനി അമ്മയുടെ സ്ലാങ് ഒന്ന് റൂമിന് എന്തായാലും ഭയങ്കര സ്പേസ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് താഴെ ഇത് വൈറ്റ് ടൈൽസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ട്. വെള്ളയായിരുന്നു രസം, വൈറ്റ് രസം ഉണ്ടാവും. ഓ ഇടയാണെങ്കിൽ എൻ്റെ ഇത് വേറൊരു ലോകം പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുറേ നേരത്തെ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പൊ എന്ത് രസമുണ്ട് അങ്ങോട്ട് നോക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ അതിന്റെ അകത്തേക്ക് കയറുമ്പോ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് അമ്മോ. ഇനി എടാ അങ്ങനെ ചാടേനോ ഡോറൊന്ന് ഇടേനെ. ആ ഡൈനിങ് ടേബിൾ വരൂലേ അല്ലെങ്കിൽ അതിൻ്റെ അകത്തോ? ഇട തന്നെയാ. ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായില്ലേ പാറു? അടിപൊളിയായല്ലോ. ഇപ്പൊ എന്തൊരു തുറസുണ്ട്. ഇതിങ്ങനെ മതി, ഇതിങ്ങനെ മതി. ഇത് ഇങ്ങനെ ആടെ വാഷ് ബേസ് മാറ്റുമോ? അത് എന്നീടെ TV യൂണിറ്റും കൂടി വരും അല്ലേ? ശരിപ്പാ എൻ്റെ അമ്മോ എന്തൊക്കെ എങ്ങനെ ഉണ്ടായത്. അയ്യോ കൺജസ്റ്റഡ് ആയിട്ട് എൻ്റെ ദൈവമേ. ഓ ഇപ്പൊ ഒരു സമാധാനം ഉള്ളിലേക്ക് വരുന്നു. എൻ്റെ വീടിൻ്റെ കഥ പറഞ്ഞാലില്ലേ, ഈ ഒരു വീട് ഇത് അച്ഛൻ്റെ നാട്ടിലുള്ള വീടാണ്. ഇതെനിക്ക് 1 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ പണിത വീടാണ്. പക്ഷേ നമ്മൾ നിന്നത് ഈ ഒരു വീട്ടിലായിരുന്നില്ല കേട്ടോ. അച്ഛൻ ഗൾഫിലായതുകൊണ്ട് തന്നെ നമ്മൾ അമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വീടും പ്രോപ്പർട്ടിയും വാങ്ങിച്ചിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണം വരെ ആ ഒരു സമയമാകുമ്പോഴാണ് അച്ഛൻ പിന്നെ ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ മതിയാക്കിയിട്ട് വരുന്നത്. ആ ഒരു സമയം വരെ എൻ്റെ നാട്, എൻ്റെ വീട് എൻ്റെ അമ്മേൻ്റെ നാട്ടിലായിരുന്നു, ചന്തേരയായിരുന്നു. അപ്പോൾ അതിന് ശേഷം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ നാട്ടിലൊക്കെ സെറ്റിൽഡ് ആയതിനു ശേഷമാണ് അച്ഛൻ്റെ നാട്ടിലേക്ക് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വീടാണെങ്കിലും പണ്ട് ആ ഒരു സമയത്ത് പണിതതായതുകൊണ്ട് റൂമൊക്കെ ചെറുതായിരുന്നു കേട്ടോ. അപ്പം 2 റൂമൊക്കെ മാറ്റി അറ്റാച്ച്ഡ് ബാത്റൂം ആക്കി. പിന്നെ നല്ല കൺജസ്റ്റഡ് ആയിരുന്നു. പിന്നെ ആ ഒരു ഭിത്തിയൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആ ഒരു റൂമും ഹാളൊക്കെ ഒരുമിച്ചാക്കിയപ്പോഴാണ് ഇപ്പോൾ ഒരു സ്പേഷ്യസ് ആയത്. അല്ലെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഇപ്പം ഞാൻ പറയായിരുന്നു എല്ലാം നന്നായിട്ടുണ്ട്, ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്, കുറച്ച് മുന്നേ നമുക്കിതൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളത്. വീട്ടിലെത്തിയ ഉടനെ എൻ്റെ ആദ്യത്തെ ലക്ഷ്യം അമ്മ ഉണ്ടാക്കിയ കറിയും കൂട്ടി ചോറുണ്ടാകുന്നുള്ളതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാമ്പഴക്കാലമായതുകൊണ്ട് തന്നെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. വയനാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊണ്ടുവന്ന മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലും കുറേ ഇത്തവണ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കഴിക്കുകയാണ്. പാറുക്കുട്ടിയാണെങ്കിലും എൻ്റെ അച്ഛനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ വേറൊരു ലോകത്താണ് കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അച്ഛൻ്റെ അടുത്ത് അവക്കുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ പലപ്പോഴും കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ഇതെന്താ ഈ കുട്ടിക്ക് ഇത്രത്തോളം അച്ഛനെ ഇഷ്ടം എന്നുള്ളത്. ഇത് ഓൾമോസ്റ്റ് കുടിച്ച് തീർത്തു കേട്ടോ. ഇത് കഴിയാറായി. ഇത് വയനാട്ടിൽ നിന്ന് അച്ഛൻ അവിടെ ഉണ്ടാവുന്ന കുഞ്ഞു മാങ്ങ ഉണ്ടല്ലോ, നല്ല മധുരമുള്ള ചെറിയ പുളിയൊക്കെ ആയിട്ടുള്ളത്, അത് ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അത് മാത്രം, അതിൻ്റെ പഴുപ്പ് മാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ഞാനിനി എന്തായാലും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോവുള്ളൂ. അവിടെ എത്തുമ്പോഴേക്കും അത് തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഇത്ര വരെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുടിച്ച് ഞാനിതാ ഇത്ര വരെ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മോരും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മോര് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മോര് നല്ല പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് ഇതാക്കിയിട്ട് ഒരു ബോട്ടിൽ മോരും. അതൊക്കെയാണ് ശരിക്കും ലക്ക് എന്ന് പറയുന്നത് കേട്ടോ. പലപ്പോഴും ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഭർത്താവിൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മേനെക്കുറിച്ചൊക്കെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്. ഭയങ്കര ഉപദ്രവമാണ്, ഒരു സ്നേഹമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സ്വന്തം മോളെങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് അവർ കെയർ ചെയ്ത് എന്നെ കൊണ്ട് നടക്കുക.
കണ്ടോ, ഇതാരും പറഞ്ഞിട്ടല്ല പാറു ചെയ്യുന്നത്. അച്ഛന് തലവേദനയാണെന്ന് പറഞ്ഞു, രാത്രി ഡ്രൈവ് ചെയ്തല്ലോ, അതിൻ്റെ തലവേദനയാണ്. അപ്പോൾ അവിടെ കിടന്നതാണ്. അപ്പോൾ ആൾ തനിയെ പോയി ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമൊക്കെ എടുത്ത് ആ ഒരു കർച്ചീഫൊക്കെ മുക്കിയിട്ട് കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, അവൾക്ക് ആരോടുമില്ലാത്ത ഒരു അറ്റാച്ച്മെൻ്റാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത്. മെല്ലെ അർജുമാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത്. ആരാ ഫോട്ടോയിൽ കണ്ടതേ ഉള്ളൂ? ഒരാൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ അനിയൻ. ആള് ആർമിയിലാണ്. ഇപ്പോൾ പാറുവിനെ കണ്ടിട്ടും കുറച്ചധികമായിട്ടോ. ഞാൻ നാട്ടിലുണ്ടാവുന്ന സമയത്ത് അവന് ലീവ് കിട്ടില്ല, അവൻ നാട്ടിലുണ്ടാവുന്ന സമയത്ത് എനിക്ക് ലീവ് കിട്ടില്ല. അപ്പോൾ പാറുവിനെ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിൽ കൂടുതലായി. അങ്ങനെ അപ്പം ഞാൻ ഇന്നത്തതും നാളത്തതും വീഡിയോ ഒരുമിച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇത് തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. ഇനി നാളെ വീട്ടിൽ നിന്ന് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങാനായിട്ടുണ്ട്, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.